ഓ കൊച്ചു കുഞ്ഞ് ആ ഒരു ബിൽഡിങ്ങിന്റെ ടോപ്പിലോട്ട് കേറിയിട്ടുണ്ട്. അവിടെ ഒരു മരമുള്ള നന്നായി. നിമാർക്കൊക്കെ മരം കാണുമെന്തോ. ഓക്കെ, കൊച്ചു കുഞ്ഞ് ഈ ഒരു ഏരിയയിലോട്ട് വന്നിട്ടുണ്ട്. നല്ലൊരു സ്പ്രേ കൊടുത്തു, ബട്ട് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഡെസ്ട്രോ താഴോട്ട് ചാടിയിട്ടുണ്ട്. ഡെസ്ട്രോ എന്താണ് അവിടെ ഉദ്ദേശിച്ചത് നമുക്ക് മനസ്സിലായിട്ടില്ല. ഡെസ്ട്രോ അവിടെ താഴോട്ടാണ് ചാടിയിരിക്കുന്നത്. സത്യം ഇവിടെ എന്താ നടക്കണത്? ഓ സോൺ ഷിഫ്റ്റ്, അതാണ് സംഭവിച്ചിരിക്കുന്നത്. സി ബിൽഡിങ്ങിന്റെയും കറന്റ്ലി ഫുൾ ആൻഡ് ഫുൾ ഇപ്പൊ വന്നിരിക്കുന്ന ഒരു സോൺ അഡ്വാൻറ്റേജ് ടിവിക്കാണ്. അതുകൊണ്ടാണ് ഡെസ്ട്രോ അവിടെ താഴെ ഇറങ്ങിയിരുന്നത്. ഓക്കെ, തീരെ ജോസൂടെ വണ്ടി റിവേഴ്സിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് ജോസൂട്ടി. ബാക്കിയുള്ള പ്ലേയേഴ്സ് എല്ലാവരും ഈ ഒരു ഏരിയയിലാണ് നിൽക്കുന്നത്. പ്ലേ ഗ്രൗണ്ടിൽ ടി ജിയുടെ 2 വണ്ടികളുണ്ടെന്ന് തോന്നുന്നു. യെസ്, 2 വണ്ടികൾ 3 പ്ലേയേഴ്സ്. അത് നല്ലൊരു പൊസിഷൻ. അവിടെ സോൺ ഇല്ല, സോൺ ഷിഫ്റ്റായി. നോക്കി ഫയർ ചെയ്യണേ. ആരാണ് ഫയർ ചെയ്തത്? നോക്കി ഫയർ ചെയ്തിട്ടാ ആരാണെങ്കിലും ഞാൻ കണ്ടില്ല. എല്ലാ റേഡിയോയിലും ശബ്ദങ്ങളാണുള്ളത്. പേടിക്കണ്ട. സോൺ ഷിഫ്റ്റായ ആദ്യത്തെ ഉടനെയുള്ള ഫയറിംഗ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെയും എന്തെങ്കിലുമൊക്കെ ചെയ്യാം. പിന്നീടുള്ള ഫയർ ആണെങ്കിൽ അത് പിന്നെ ആലോചിക്കാം. ഫയർ ചെയ്യുന്നതിന്റെ ഇടയ്ക്കാണ് സോൺ ഷിഫ്റ്റ് ആയതെങ്കിൽ ഇത് ഫയർ ചെയ്യുന്നതിന്റെ ഇടയ്ക്കല്ലേ സോൺ ഷിഫ്റ്റ് ആവുന്നത്. എങ്ങനെയാ? ഓക്കെ, നല്ലൊരു ശരിയാണ്. അച്ഛനെ ഞാൻ വാക്കണ്ണന്റെ കൈ കൊള്ളാവെന്ന് പറഞ്ഞ ടൈമോട്ടാ. എടാ മിക്കവാറും മറ്റേ ബോട്ടായിരിക്കും ടൈമോട്ടെ. ഇപ്പോൾ കറന്റ്ലി ആ ഒരു സോൺ ഫുള്ളി അവർ കയ്യിൽ നിന്ന് പോയിരിക്കുകയാണ്. ടി ജെ മോസ്റ്റ് പ്രോബബ്ലി അവരുടെ ലാസ്റ്റ് റഷ് എന്നുള്ള രൂപേണ വണ്ടികൾ റിപ്പയർ ചെയ്തിട്ട് ഒരു ഫുൾ കമ്മിറ്റ് ചെയ്തുകൊണ്ടുള്ളൊരു പുഷായിരിക്കും മോസ്റ്റ്ലി ചെയ്യാൻ തോന്നുന്നു. 21 മിനിറ്റ് ഇനിയും ബാക്കിയുണ്ട്. സോണും എത്തിയിരിക്കുകയാണ്. ആലോചിച്ചൊക്കെ കളിച്ചാൽ ഞാൻ ടി വി ആണല്ലോ. നീ അല്ല പോയി അടിയടാ, പോയി അടി. ചുമ്മാ കയറി ചെന്നില്ലേ? ഞാൻ തന്നെ ഉമ്മാർക്ക് കൊടുക്കുന്നത്. ഒരു സമയത്ത് ഞാൻ അഡ്മിനാണെന്നുള്ള വിചാരം വന്നു പോയി. സോറി ചെന്ന് കയറി അടിയുള്ളൂ. എന്തുവാ എന്താ 12 ടൈം ഉണ്ടല്ലോ. ഈ ബിൽഡിംഗ് ഉള്ളതുകൊണ്ട് നന്നായി സോണില്. ഇവിടെ കയറി അവർക്ക് കിട്ടും പണി പാടും. നല്ലൊരു സ്പ്രേ എല്ലാ ആംഗിളിൽ നിന്നും നല്ലൊരു സ്പ്രേ അവർക്ക് കിട്ടുന്നുണ്ട്. അവർക്ക് കയറാൻ പറ്റത്തില്ല, പോണ്ടി വന്നിട്ടുണ്ട്. ഓ എല്ലാരും കൂടെ ഒരുമിച്ച് കയറാനാണ് കേട്ടോ. ഇതിനു മുൻപ് പണ്ട് TKRP ഇതേപോലൊരു ടർഫ് ഈ ഒരു സോൺ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. TJ വേഴ്സസ് KV. കുര്യാച്ചനെ സ്പോട്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. പരന്തുവാസു അതേപോലെ തന്നെ മന്ദാരം എല്ലാരും മെയിൻ ടർഫിൽ ഉണ്ട്. കുടുങ്ങിയതാണോ? ഓ അല്ല, അവര് വേറൊരു ഓപ്പൺ പൊസിഷനിൽ നിന്ന് ഒരു പിക്ക് എടുക്കാനുള്ള ട്രൈയിലാണെന്ന് മറ്റേ 1 2 3 പറഞ്ഞു കഴിഞ്ഞാൽ ട്രൈ ചെയ്യാൻ സാധിക്കും തോന്നുന്നു. എടാ എന്നെയൊക്കെ കൊല്ലം അങ്ങനെ പറ്റുള്ളൂ. ഞാൻ തന്നെ മിസ്റ്റേക്ക് കാണിക്കണം, മനസ്സിലായ? അതിന് മിസ്റ്റേക്ക് എന്ന് പറയാൻ പറ്റില്ല. അതിന് വലിയ എന്തെങ്കിലും വാക്കുണ്ടെങ്കിൽ അതിന് പറയുന്നത്. TJ ലൈഫ് ലൈൻ അവർക്ക് വന്നോന്ന് എനിക്ക് എന്റെ അടുത്ത് ഒരു റെസ്പെക്ട് ഇല്ല കേട്ടോ.
അതെന്ത് വർത്താനം മാറ്റണ്ട സീരിയസ് ആയിട്ട് പറഞ്ഞ ഞാൻ ഫീൽ ആയിരുന്ന Yes. Juguru and Abel. ആന്തരാജ്യ അവിടെ players-നെ അടിക്കാൻ പറ്റില്ല എന്തായാലും. അതെന്താ Bobby back TJ കൂടെയും ക്രിസ്റ്റിയും വരുന്നുണ്ട്. സോൺ ഔട്ട് ഒന്നല്ലേ ഇപ്പൊ അടിച്ചത് ഏരിയയിൽ വണ്ടി നിക്കി. കിടപ്പുണ്ട്. അല്ല. Most probably അവരവിടെ സോണിന്റെ ഒന്നാണോ നിക്കി അടിച്ചത് ആ ഒരു സർപ്രൈസ് അറ്റാക്ക് ജുഗ്രു ഏത് മിക്കിയാ നിക്കിയാ ജുഗ്രു ആ, നിക്കി പുറത്തുനിന്ന് അടിച്ചായിരുന്നല്ലേ ഇപ്പൊ? ഓ എടുത്തടാ ജുഗ്രു എടുത്ത് ടിജെ നിക്കിനെ അടിയടാ അടി നൈസ് അടി അതിനടി. അവിടെ രണ്ടു പുറത്തുനിന്ന് അടിച്ചവന് തോന്നിയില്ലേ? അതോ എനിക്ക് തോന്നിയാണോ? നോക്കാം നമുക്ക്. ടിജെ ഡൊമിനിക്കിന് നല്ലൊരു ആംഗിൾ അവന്മാർ രക്ഷപ്പെട്ടു പോയടാ ബാക്കി രണ്ടുപേരും. ഓ ഏബലാണല്ലേ ഓക്കെ റോബ് ലൂച്ചി ആൻഡ് ജോസൂട്ടി ആ ഒരു ആംഗിള് നിന്നും ബാക്ക് ഓഫ് ചെയ്തിട്ടുണ്ട്. അത് കിടിലൊരു അഗ്രസീവ് സോണിന്റെ അകത്തോട്ട് കയറി ആ ഒരു പ്രസന്റ് സത്യം പറഞ്ഞാൽ ട്രാപ്ഡ് ആണ്. ഇനി മേ ബി ഈ ഒരു പക്ഷേ മെയിൻ ടർഫ് ഈ മേളിൽ നിൽക്കുന്നവരെന്തെങ്കിലും മിസ്റ്റേക്ക് കാണിച്ചാൽ മാത്രമേ എന്തെങ്കിലും നടക്കുള്ളൂ. അല്ലാണ്ട് കാരണം വേറെ എവിടെ ആണെങ്കിലും പ്ലേയേഴ്സ് 250 പോയിന്റ് വെച്ചതിനൊക്കെ ആർക്ക് കൊടുത്തു പോയിന്റ് ഒരു ഏരിയ അവിടെയാണ്. ബട്ട് അവിടെ കുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി സോൺ ഷിഫ്റ്റ് ഉണ്ടോ? ഇനിയുണ്ട് അടുത്ത ഇനിയൊന്നും 2 സോണുകളുണ്ട്. സോൺ വീണ്ടും ഷിഫ്റ്റ് ആയിരിക്കും. അത് കുഴപ്പമില്ല. ആ ബിൽഡിംഗ് പോയില്ല. ഈ ബിൽഡിംഗ് പോയ ബിൽഡിംഗ് ആൻഡ് ആ ബിൽഡിംഗ് പോയി കഴിഞ്ഞാൽ മൂഞ്ചി അടുത്തേലും ബിൽഡിങ്ങിന്റെ പാതി പോകും. അഗൈൻ ഇവിടുന്ന് ഊക്കർ ട്രൈ ചെയ്യുന്നുണ്ട് ബട്ട് നടക്കുന്നില്ല. ആദ്യത്തെ ഒരു സോൺ ഒഴിച്ച് ബാക്കി 2 സോണുകളും അവരെ തുണച്ചില്ല. ബട്ട് ആദ്യത്തെ അഡ്വാൻറ്റേജ് ചെയ്യാനും എന്ന് പറയുന്നത് അല്ല അടിച്ചടിച്ചിരിക്കുന്നേ ഉള്ളു. നമുക്ക് സോൺ ഷിഫ്റ്റ് തിരിച്ചു കള്ളക്കളവായി. ജുഗ്രുവിന് അതുവഴി പോയത് മാത്രമേ ഓർമ്മയുള്ളൂ. 10 പേര് തിരിച്ചു ചെന്ന് ജുഗ്രുവിനെ വെടിവെക്കുന്നുണ്ട്. ഡെസ്ട്രോ അവർ ഈ ഒരു ആംഗിൾ എടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഈ ഒരു ആംഗിൾ പുഷ് ചെയ്യാൻ നോക്കുന്നുണ്ട്. കോള് ജോസ് കുട്ടിയ കൊടുത്തിട്ടുണ്ട്. ഊക്കറിന്റെ പിക്ക് ഓഫ് ചെയ്യാൻ അവർക്ക് സാധിച്ചില്ല. ബ്രസീലിയൻ ബക്ക ഓടിക്കൊണ്ടിരിക്കുകയാണ്. മേളിൽ നിന്ന് സപ്പോർട്ട് കിട്ടിയ റാവുമാൻ ഇപ്പൊ അവർക്ക് പിക്ക് ഓഫ് ചെയ്യാൻ സാധിക്കും. പക്ഷെ ആരും സപ്പോർട്ട് ഡെസ്ട്രോ ഒറ്റയ്ക്ക് കാര്യത്തിൽ ഇപ്പൊ ഒരു തീരുമാനമാവും. അവൻ സോണോട്ടിന്ന് കൊന്നോ. ഓക്കെ അവിടെ ജോസൂട്ടി പോയി. വരുന്നുണ്ട്. കളിയടാ ജുഗ്രു അത് ഇതിനകത്ത് അവര് തോന്നുന്നു. മേളിൽ നിന്ന് ബ്രസീലിയൻ ബക്കാരെ പിക്ക് ഓഫ് ചെയ്തു. പരന്തുവാസു സ്മോക്ഡ് ബാബ്സ് സ്മോക്ഡ് ബാബ്സ് ഇത് കൂട്ടടിയാ ചാവല്ലോടെ എല്ലാരും കഴിഞ്ഞാ. ഡെസ്ട്രോ പക്ഷെ അത് വെളിയിൽ നിന്നായിരുന്നു. അത് കുഴപ്പമില്ല. അല്ല ഈഗിളും ചത്തു മരിച്ചു. ഗെയിമിൽ ഡെഡ് ആയില്ല. ഇല്ല വാസനുണ്ടല്ലോ. ഡെഡായ ഇല്ലല്ലോ. ഡെഡായി ഈഗിള് ഡെഡെന്നൊക്കെ പറയുമ്പോ പിന്നെ ഗെയിമിലെന്ന് പറയണ ഇടയ്ക്ക്. പോയിട്ട് ഡൗൺ അയ്യോ ഡൗൺ സോറി പോയിന്റ് ടോമാരൊക്കെ മാനേജ് ചെയ്ത് കൊടുത്തോ. അടിച്ച് അപ്പോൾ
ഗുരു ഡൊമിനിക്കിനെ പിക്ക് ചെയ്തു. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഏരിയ, നമ്മുടെ ടെറിട്ടറിയാ, മനസ്സിലായോ? മണി ടർഫ് പണ്ട് തൊട്ടേ ഇത് നമ്മളാടാ, ഇത് എന്റെ ആടാ, ഇത് തങ്ങളുടെ ആടാ. മണി ടർഫ് നമ്മുടെ ടെറിട്ടറി ആടാ. അതായത് 1,07,000 പോയിന്റ് ടി വി കിട്ടത്. ഏബൽ ജോസഫ് ഇവിടെ എത്ര നേരത്തെ പോയെന്നറിയോ മാറ്റണ? 2,50,000. ഇവിടെ ഇപ്പൊ എത്ര പോയത്? ഇപ്പൊ എത്ര പോയിന്റ് പോയത്? വിന്നർ ഡാ വിന്നർ. ജസ്റ്റിസ് ഫോർ ഡെസ്ട്രോ. ഇപ്പൊ എത്ര പോയത്? ആ ഒരു പുഷ് ചെയ്ത് കൊള്ളാം. സ്റ്റോപ്പിംഗ് പോസിംഗ് അങ്ങനത്തെ ഒരു പരിപാടിയും ഇല്ല. അൺഫെയർ ഫോർ ഡെസ്ട്രോ. ജയിച്ചോണ്ട് FRP വലിക്കുക. എല്ലാരും എത്തി. ഫോർ പിക്കുന്നു. ജസ്റ്റിസ് ഫോർ ഡെസ്ട്രോ. Come back to Gang RP now. എല്ലാരും ഇറങ്ങിയാ സിറ്റിന്ന്. Hello. വാ, sit. ഇനി വാറുണ്ടോ? ഇനി മാറുണ്ടോ? അടുത്ത പ്രിവാറ് കയറാൻ പോവാ. പ്രിവാറടാ നല്ല കളിയാടാ, നല്ല കളിയാ, എല്ലാരും നല്ല കളി. ഡെസ്ട്രോ നീ കണ്ടില്ലേ വന്നത്? ഡെസ്ട്രോടാ, ഞാൻ നീ ആരാടാ? 10 പേര് നീയും കൂടാണ് ഒരുമിച്ച് പോയി അവിടെ പേര് നീ ഒറ്റയ്ക്കും. അതെടുത്ത് കാണണം കേട്ടോ. അത് നീ അഭിപ്രായമാണോ? 10 പേരാണ് ഓപ്പോസിറ്റ്, നീ ഒറ്റയ്ക്കും. 10 പേര് ഒരു വീട്ടിനകത്ത് എല്ലാരും കയറി ഇരിക്കുക. നന്നായി കളിച്ച് ബാക്കി എല്ലാവരും ചന്ദ്രു കുറച്ചുകൂടെ ഒന്ന് സെറ്റ് ആവണം. ഉള്ളവരെ നമ്മളെ മാറ്റണം തോന്നില്ല. മാറ്റണോ? ഡ്രീമർ ഒരു 10 പേരെ എടുക്കാനുള്ള ഇതുണ്ടായിരുന്നേ. നമുക്കറിയാം, പാനിക്കാന്ന് അറിയാം, നമുക്ക് കുഴപ്പമില്ല. അടുത്ത പ്രാവശ്യം ഇമ്പ്രൂവ് ചെയ്യണമെന്നല്ല പറഞ്ഞത്. അടുത്ത പ്രാവശ്യം ബാക്കിയുള്ളവർക്ക് അവസരം കൊടുക്കുക. അവസരം കൊടുക്കുക. സിറ്റിയിലുണ്ട്. ഒരു 10 പേരെ അടിക്കാന്ന്. നീ എന്തിനൊക്കെ ഇരിക്കുന്നു? അത് അല്ല, ഞാൻ പറഞ്ഞില്ലേ ചന്ദ്രു ചെയ്യേണ്ട പരിപാടി നീ ഒരാളെ അടിച്ചില്ലല്ലോ ഇന്ന്. ബാക്കിയുള്ളവർക്ക് അവസരം കൊടുക്കുക. ചന്ദ്രു ഇതെന്താണ്? ബ്രാവോ എവിടെ നോക്കി നിക്കുവാ? എന്തോ പറ്റി? ഞാൻ ഒരു കാര്യം പറയട്ടെ. ഡെസ്ട്രോ ഒറ്റയ്ക്ക് വലിഞ്ഞു കയറി പോയത് അപ്പൊ കണ്ടില്ലേ? നമ്മൾ അത് കാണാനായിട്ട് ആൾക്കാർ ഇവിടെ മറ്റേ കോരി തിരിച്ചിരിക്കുന്നത്. ഇല്ല, ലാസ്റ്റ് പുഷ് മുന്നേ അല്ലല്ല, പുഷ് ചെയ്തതിന് മുന്നേ ഒരു പുഷ് ഉണ്ടായിരുന്നു. ഒറ്റയ്ക്ക് പുഷ് ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ സ്പെക്ക് ചെയ്താൽ വേറെ എങ്ങോട്ടോ പോയിട്ട് പിച്ച് ബാക്ക് പറഞ്ഞിരിക്കുന്നത്. അവരങ്ങനെ മണ്ടകളി കാണിക്കുന്നത് ഞാൻ പ്രതീക്ഷിക്കുന്നു. അല്ലല്ല, അവിടെ അവൻ മെയിൻലി പുഷ് ചെയ്തതിന് മുമ്പ് അതിനു മുമ്പ് ഒരു പുഷ് ഉണ്ടായിരുന്നു അവന്റെ ഒറ്റയ്ക്കുള്ള. നടക്കട്ടെ, എനിക്ക് വയ്യ. അപ്പൊ സോൺ ഫയറിംഗ് ഉണ്ടെന്നാണോ നീ പറയുന്നത്? ഒരു സെക്കൻഡ്, ഞാൻ നടന്നിട്ട് വരണം. എന്റെ കാല് സിറ്റുവേഷൻ ഉണ്ടോ? എപ്പോഴല്ലേ? ഇപ്പൊ കേറിക്കോ. അതൊക്കെ പടയെന്ന് പറയാൻ തീർക്കാം. ചന്ദ്രനെ അധികം സ്പെക്ക് ചെയ്യുന്നത് നന്നായി. കാരണം അവിടെ ഒരു ഇമ്പാക്ട് ഉണ്ടായിട്ടില്ല. നല്ല സ്പെക്കിംഗ് ആയിരുന്നു. അവിടെ ഇമ്പാക്ട് ഉണ്ടാവുന്നുണ്ട്. ഈഗിളുടെ ഒന്നും നോക്കിയതുമില്ല പാവപ്പെട്ട. സത്യം വാസോടെ നന്നായിട്ട് കളിക്കുകയും ചെയ്തു. എനിക്ക് കാണുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്ക് കാണാത്തതാണെന്ന് എനിക്കറിയത്തില്ല കേട്ടാ. അല്ല അപ്പാപ്പനെ അവൻ ഡൗൺ ആവുന്ന നല്ല പോലെ കാണിച്ചു, പക്ഷെ അവൻ അടിക്കുന്നൊന്നും കാണിച്ചില്ല പാവപ്പെട്ടന്റെ. അത് കിടിലായിരുന്നു. അത് നല്ലൊരു കളിയായിരുന്നു. പക്ഷെ നമ്മുടെ ഹീറോ വീണതാണ് എനിക്ക് മാറ്റേണ്ട വേഷം. ഹീറോ നമ്മള് ഉക്കറിന്റെ ആര് എന്താടാ കണ്ണ? നമ്മൾ ഉക്കർ ഫാൻസ് ആണ്. നമ്മള് ആ വിഷമത്തിലാണ്. പരിപാടി നോക്കാം.